പുന്നത്തുറ കമ്പനിക്കടവ് പാലം നിർമ്മാണം അന്തിമഘട്ടത്തിൽ. ഏറ്റുമാനൂർ നഗരസഭയെയും അയർക്കുന്നം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പുന്നത്തുറ കമ്പനിക്കടവ് പാലം നിർമ്മാണം ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നത്. മന്ത്രി വി എൻ വാസവന്റെ ഇടപെടലിലൂടെയാണ് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമായത്. പുതുപ്പള്ളി, ഏറ്റുമാനൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം നിർമ്മാണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഭാവനം ചെയ്തതായിരുന്നു. UDFന്റെ കാലത്ത് ഭരണാനുമതി ലഭിച്ചെങ്കിലും 13 വർഷത്തോളം സാങ്കേതിക കാരണങ്ങൾ മൂലം പാലത്തിൻ്റെ നിർമ്മാണം നിലച്ചിരിക്കുകയായിരുന്നു. 2018 പ്രളയത്തിന് ശേഷം പാലം പൂർണ്ണമായും തകർന്ന നിലയിലായി. 3 മീറ്റർ മാത്രമായിരുന്നു പാലത്തിൻ്റെ വീതി. ഇതുമൂലം വാഹനങ്ങൾ ഞെങ്ങിഞ്ഞെരുങ്ങിയായിരുന്നു പാലത്തിലൂടെ കടന്നുപോയിരുന്നത്. പാലത്തിൻ്റെ വീതിക്കുറവ് കാൽനടയാത്രികരെയും ബുദ്ധിമുട്ടിച്ചിരുന്നു. ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു പാലത്തിൻ്റെ പുനർനിർമ്മാണം. മന്ത്രി വി എൻ വാസവൻ മുൻകൈയെടുത്ത് നിർമ്മാണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു. അപ്രോച്ച് റോഡുകളുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. മന്ത്രി വി എൻ വാസവൻ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. കൈവരികളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അവസാന മിനുക്കുപണികളും പൂർത്തിയാകുന്നതോടെ 1.5 മാസത്തിനുള്ളിൽ പാലം നാടിനെ സമർപ്പിക്കുമെന്നും ഉദ്ഘാടനം ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. പാലം തീർന്നു. ഇനി അപ്രോച്ച് റോഡിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരു 1.5 മാസത്തിനുള്ളിൽ എല്ലാം പൂർത്തീകരിച്ച് ഈ സഞ്ചാരയോഗ്യമായൊരു പാതയായി മാറും. അതോടുകൂടി ഏറ്റുമാനൂർ അയർക്കുന്നതും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഇത് മെഡിക്കൽ കോളേജിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം എറണാകുളത്തേക്കുമൊക്കെ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അയർക്കുന്നത്ത് വിളിച്ച് എരുവിൽ വന്ന് പോകാനുള്ള സൗകര്യം. അതുകൊണ്ട് തന്നെ ഒരു വലിയ സാധ്യതയാണ് ഈ പാലത്തിനുള്ളത്. പിന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ പാലം യാഥാർത്ഥ്യം. അക്കരെയുള്ള ആൾ ഇക്കരത്തെ പള്ളിയിൽ പോകുന്നവരുണ്ട്, ഇക്കരെയുള്ള ആളുകൾ അപ്പുറത്തെ അമ്പലത്തിൽ പോകുന്നവരുണ്ട്. ഇങ്ങനെ വിശ്വാസി സമൂഹത്തിനൊക്കെ ഇത് ഏറ്റവും സഹായകരമായ ഒരു പാലമാണ്. 7 മീറ്റർ റോഡും ഇരുവശങ്ങളിൽ നടപ്പാതയും ഉൾപ്പെടെ 11 മീറ്റർ വീതിയും 83.4 മീറ്റർ നീളത്തിലുമാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം. 9,91 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 4 തൂണുകളും 3 സ്പാനുകളും 9 ബീമുകളുമാണ് പാലത്തിനുള്ളത്. കമ്പനിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മീനച്ചിലാറിൻ്റെ ഇരുകരകളിലുമുള്ള ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. LDF നേതാക്കളായ KN വേണുഗോപാൽ, ES ബിജു, MS സാനു, ബാബു ജോർജ്, MD വർക്കി, KI കുഞ്ഞച്ചൻ, ജോസ് ഇടവഴിക്കൽ, രാജീവ് നെല്ലിക്കുന്നേൽ, മുരളി തകടിയിൽ, രഘു ബാലരാമപുരം, MK സുഗതൻ, NA മാത്യു, ജലീൽ, KT രമേശ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.